നമസ്കാരം. ഭഗവത്ഗീതയിലെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2-ാം അധ്യായത്തിലെ 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളാണ്. എല്ലാവർക്കും ഗ്യാൻ കോശലേക്ക് സ്വാഗതം. സനാതനധർമ്മത്തിന്റെ ആത്മീയ പാഠങ്ങൾക്കായുള്ള ഒരു ഡിജിറ്റൽ കലവറയാണിത്. നിങ്ങൾക്കറിയാലോ, സനാതനധർമ്മത്തിലെ ഏറ്റവും അമൂല്യമായ നിധികളിലൊന്നാണ് ഭഗവത്ഗീത. അപ്പൊ നമ്മുടെ ഈ ഗീതാ പഠന പരമ്പരയിൽ ഓരോ ദിവസവും 5 ശ്ലോകങ്ങൾ വീതമെടുത്ത് അതിന്റെ അർത്ഥം ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു, അർജുനനാകെ തളർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ യുദ്ധഭൂമിയിലിരിക്കുകയാണ്. അദ്ദേഹത്തെ അതിൽ നിന്ന് ഉണർത്താനായി ഭഗവാൻ കൃഷ്ണൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നോ? അദ്ദേഹത്തിന്റെ സ്വധർമ്മത്തെക്കുറിച്ചാണ്. ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ അർജുനന്റെ കർത്തവ്യം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു. ശ്ലോകം 31 സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായി പറയുകയാണ്, ഒരു ക്ഷത്രിയന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ പരമമായ ലക്ഷ്യം എന്ന് തന്നെ പറയാം, അത് ധർമ്മം സംരക്ഷിക്കുക എന്നതാണ്. അപ്പോ അതിനുവേണ്ടിയുള്ളൊരു യുദ്ധമെന്ന് പറയുന്നത് വെറുമൊരു പോരാട്ടമല്ല, അതൊരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് പറയുന്നു, അർജുന, നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ധർമ്മയുദ്ധത്തേക്കാൾ ശ്രേഷ്ഠമായി നിനക്ക് ചെയ്യാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറരുത്, സംശയിക്കുപോലും വേണ്ട. ഇപ്പോ കർത്തവ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു അല്ലേ? ഇനി ഭഗവാൻ തന്റെ വാദത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഈ യുദ്ധം ഒരു ഭാരമാണെന്ന് നീ ചിന്തിക്കണ്ട. നേരെ മറിച്ച് ഇത് ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഉഗ്രൻ അവസരമാണ്, ഒരു സുവർണാവസരം. അതാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ശ്ലോകം 32 യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ആരും ചോദിക്കാതെ പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്നു നിൽക്കുന്നൊരു യുദ്ധം. ഭഗവാൻ ഇതിനെ ഉപമിക്കുന്നത് എന്തിനോടാണെന്നറിയാമോ? സ്വർഗത്തിലേക്കുള്ള വാതിൽ മലർക്ക് തുറന്നു കിട്ടുന്നതുപോലെയാണിത്. എന്നിട്ട് പറയാണ്, ഹേ പാർത്ഥ, ഭാഗ്യമുള്ള ക്ഷത്രിയർക്ക് മാത്രമേ ഇതുപോലൊരു അവസരം ജീവിതത്തിൽ ലഭിക്കൂ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതായത്, എങ്ങനെ നോക്കിയാലും ജയം നിനക്കാണ്. യുദ്ധത്തിൽ ജയിച്ചാൽ ഈ ഭൂമിയിൽ രാജ്യം ഭരിച്ച് സുഖമായി ജീവിക്കാം. ഇനി അഥവാ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചാലോ? വിഷമിക്കേണ്ട, സ്വർഗ്ഗലോകം ഉറപ്പാണ്. അപ്പൊ പിന്നെ എന്തിനാലും സംശയിക്കുന്നത്? ഏത് രീതിയിലും നോക്കിയാലും നിനക്ക് നല്ലത് മാത്രമേ ഇതിൽ നിന്ന് വരാനുള്ളൂ. ശരി, ഇത്രയും നേരം ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അല്ലേ? പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഇനി ഈ നാണയത്തിന്റെ മറുവശം കൂടി കാണിച്ചു കൊടുക്കുകയാണ്. അതായത്, നീ ഈ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് ഉണ്ടാകാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് അടുത്തതായി വരുന്നത്. ശ്ലോകം 33 അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമേവാപ്സ്യസി. അർജുനന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവാം, ഈ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്മാറിയാൽ ഈ കഷ്ടപ്പാടൊക്കെ ഒഴിവാക്കാമല്ലോന്ന്. പക്ഷെ ഭഗവാൻ പറയുന്നു, നീ ചിന്തിക്കുന്നതിന് നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. നീ നിന്റെ കർത്തവ്യത്തിൽ നിന്ന്, നിന്റെ സ്വധർമ്മത്തിൽ നിന്ന് പിന്മാറിയാൽ നീ പാപം സമ്പാദിക്കുകയാണ് ചെയ്യുക. അതുമാത്രമല്ല, നീ ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്ത് നിന്റെ സൽപ്പേരും കീർത്തിയുമെല്ലാം എന്നേക്കുമായി അതോടെ ഇല്ലാതാകും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭഗവാന്റെ വാദങ്ങളിലെ ഏറ്റവും മൂർച്ചയേറിയ, ഏറ്റവും ശക്തമായ ഭാഗമാണ്. ഇത് കുറച്ചുകൂടി പേഴ്സണലാണ്. അതായത്, യുദ്ധം ചെയ്യാതിരിക്കുന്നത് അർജുനന്റെ പേരിനെയും പ്രശസ്തിയെയും സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെയുമൊക്കെ എങ്ങനെയാണ് തകർക്കാൻ പോകുന്നതെന്ന് ഭഗവാൻ വിശദീകരിക്കാൻ തുടങ്ങുന്നു. നമുക്ക് ശ്ലോകം 34 കേൾക്കാം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി ദേവ്യയാം സംഭവിതസ്യ ചാകീർത്തർ മരണാദതിരിച്യതേ. ഭഗവാൻ ഇവിടെ പറയുന്നത് വെറുമൊരു ചെറിയ വിമർശനത്തെക്കുറിച്ചല്ല, ഒരിക്കലുമല്ല. ആളുകൾ, വരും തലമുറകൾ പോലും നിന്റെ ഈ ഭീരുത്വത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് അപകീർത്തിയായിരിക്കും. അതൊരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു കളങ്കമായി നിന്റെ പേരിനൊപ്പം എന്നുമുണ്ടാവും. ഇതാണ് ഒരുപക്ഷെ ഭഗവാൻ പറയുന്ന ഏറ്റവും ശക്തമായ കാര്യം. അദ്ദേഹം പറയുകയാണ്, അർജുന, നിന്നെപ്പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് അപമാനം സഹിക്കുന്നത് മരണത്തേക്കാൾ ഭീകരമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മരണം നമ്മുടെ ഈ ശരീരത്തെ മാത്രമേ ഇല്ലാതാക്കുന്നുള്ളൂ. പക്ഷേ അപമാനം, അത് നമ്മുടെ ആത്മാഭിമാനത്തെയാണ്, നമ്മുടെ വ്യക്തിത്വത്തെയാണ് ഇല്ലാതാക്കുന്നത്. അടുത്ത ശ്ലോകം
35 ഭയാദ്രണാതുപരതം മങ്സ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഇനി മറ്റുള്ളവരിതിനെ എങ്ങനെ കാണും? പ്രത്യേകിച്ച് കൗരവപക്ഷത്തുള്ള കർണനും ദുര്യോധനനുമൊക്കെ. അവർ നിന്റെ ഈ പിന്മാറ്റത്തെ ബന്ധുക്കളോടുള്ള സ്നേഹം എന്നൊന്നും കാണില്ല. പകരം അവരെന്താവും ചിന്തിക്കുക? അർജുനൻ പേടിച്ചോടിപ്പോയി എന്ന്. അത്രയുള്ളൂ. അങ്ങനെ അവർക്കിടയിൽ നിനക്കുണ്ടായിരുന്ന ആ വലിയ സ്ഥാനം, ആ ബഹുമാനം എല്ലാം നഷ്ടപ്പെട്ട് നീ തീർത്തും നിസ്സാരനായി മാറും. ഭഗവാന്റെ ഈ ശക്തമായ വാക്കുകളോടുകൂടി ഇന്നത്തെ നമ്മുടെ 5 ശ്ലോകങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ ആത്മീയ യാത്രയിൽ നിങ്ങൾ തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഈ വിലപ്പെട്ട അറിവ് കേൾക്കാനായി സമയം കണ്ടെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗ്യാൻകോഷ് ഒരു ബഹുഭാഷാ ചാനലാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിലെല്ലാം ഞങ്ങൾ ആത്മീയജ്ഞാനം പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ ഭാഷകൾ ഉടൻ തന്നെ വരുന്നുമുണ്ട്. സനാതനധർമ്മത്തിലെ അമൂല്യമായ നിധികൾ ഏറ്റവും ലളിതമായും വ്യക്തമായും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ പ്രഭാഷണങ്ങൾ, നാരായണീയം, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ കഥകൾ, പിന്നെ ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ദിവസവും ഞങ്ങൾ അറിവുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ ഈ ശ്രമങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഗ്യാൻകോഷ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ദിവസവും ഇടുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ ദിവ്യമായ അറിവ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെ ഈ അറിവ് പങ്കുവയ്ക്കൂ. നമുക്ക് ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ ഈ ദീപം എന്നും പ്രകാശമാനമായി നിലനിർത്താം.